ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് അവോധ. അപ്പോൾ ഇന്നത്തെ കരിയർ ടോക്കിൽ നമ്മോടൊപ്പം ഉള്ളത് പ്രവീണാണ്. പ്രവീൺ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ, പ്രവീണിന്റെ സ്ഥലം എവിടാ? ആലപ്പുഴയാണ്. ആലപ്പുഴയാണ്. ഓക്കെ, അപ്പോ അതെ, ഏത് കോഴ്സ് അവോധ ചെയ്തിരുന്നേ? ഞാൻ മെഡിക്കൽ കോഡിംഗ് ആയിരുന്നു ചെയ്തത്. മെഡിക്കൽ കോഡിംഗ് ആയിരുന്നു. ഓക്കെ, സോ എന്തായിരുന്നു മെഡിക്കൽ കോഡിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ഡിഗ്രിക്ക് ശേഷം അത്യാവശ്യം സ്കോപ്പുള്ളൊരു ഷോർട്ട് ടൈം കോഴ്സ് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മെഡിക്കൽ കോഡിംഗ് ആയിരുന്നു എനിക്ക് തോന്നിയത്. ഞാൻ ലൈഫ് സയൻസ് ആയിരുന്നു, അതുകൊണ്ട് പിന്നെ മെഡിക്കൽ കോഡിംഗ് ചൂസ് ചെയ്തു. സോ ഇപ്പോൾ എവിടാ പഠിച്ചിരുന്നേ? അതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ തരാമോ? എസ് കോളേജ് ആലപ്പുഴയിൽ BSc മൈക്രോബയോളജി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് കോവിഡിന്റെ സമയത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ടൈം ലാഗ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഓൺലൈൻ കോഴ്സ് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചത്. ഇങ്ങനെയാണ് മെഡിക്കൽ കോഡിംഗ് എടുത്തത്. അങ്ങനെയാണ് മെഡിക്കൽ കോഡിംഗ് എടുത്തത്. ഓക്കെ, സോ ഇപ്പം ഈ മെഡിക്കൽ കോഡിംഗ് എടുക്കാൻ ഉള്ള ടൈമിൽ അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ടൈമിൽ എങ്ങനെ അവോധയെ പറ്റി അറിഞ്ഞേ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളുടെ കസിനാണ് ഇതിന്റെ അവോധയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞിട്ടാണ് ഞാൻ ആ ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് അവോധയെ പറ്റി അറിഞ്ഞല്ലേ? അതെ, ഓക്കെ, അപ്പോ എത്ര ടൈം കൊണ്ടായി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തേ പ്രവീണ്? ഞാനൊരു 8 മാസം എടുത്തു. അതിനിടയ്ക്ക് കോവിഡ് സെന്ററിൽ ഞാൻ വർക്ക് ചെയ്യാനൊക്കെ പോയപ്പോൾ കുറച്ച് ലാബ് വന്നിരുന്നു. ഒരു 8 മാസം, 6 മന്ത് ആണ് പറഞ്ഞിരുന്നത്. 8 മന്ത് കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, സോ ലൈവ് സെഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നിരുന്നോ? മേം കറക്റ്റ് ടൈമിൽ എല്ലാം ക്ലിയർ ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ, സോ ഇപ്പോ കറന്റ്ലി പ്രവീൺ എന്ത് ചെയ്യാ? ഞാനിപ്പോ എനിക്ക് ഇന്ന് ജോയിനിങ് ആയിരുന്നു ഡോഗ്ജി ആൻഡ് ഇൻഫോ പാർക്കിൽ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സോ ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളോ? അതെ, ജോയിൻ ചെയ്തോ. ഓക്കെ, ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പം ജോയിൻ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെയാണ് അവിടെ. ഓക്കെ, സോ വർക്ക് കമ്പനി ഡീറ്റെയിൽസ് കടന്നു. കമ്പനി ഡീറ്റെയിൽസ് പറയാമോ? കമ്പനി ഡോഗ്ജി ആൻഡ് ആണ് ഇൻഫോ പാർക്കിൽ. മെഡിക്കൽ റിപ്പോർട്ടിംഗ് ആണ് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്ന സെക്ഷൻ. ഓക്കെ ഓക്കെ, ഇൻഫോ പാർക്ക് ബേസ്ഡ് കമ്പനി ആണല്ലേ? അതെ, ഓക്കെ ഓക്കെ, സോ ഈ കോഴ്സ് 2800 എന്നൊരു ഫീൽ ആയിരിക്കുമല്ലോ സ്റ്റാർട്ട് ചെയ്തത് അതെ. പഠിക്കാൻ? ഞാൻ ടൈമിൽ വിചാരിച്ചിരുന്നോ ഇൻഫോ പാർക്ക് കമ്പനിയിലൊക്കെ പ്ലേസ്ഡ് ആവാൻ പറ്റുമെന്ന്? ഇല്ല, ആ ടൈമില് നമ്മുടെ അടുത്ത് കുറെ ചേച്ചി തന്നെ നമുക്ക് കുറച്ച് പ്രൊമോഷൻസിന്റെ ഇതൊക്കെ തന്നിരുന്നു. അപ്പോഴേ നമുക്കൊരു അല്ലാതെ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിരുന്നു ഈ കോഴ്സിന്റെ ഒരു സ്കോപ്പും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നോർമലി ഇത് കണക്കുള്ള IT മേഖലകളിലാണ് നമുക്ക് ഇതിന്റെ സ്കോപ്പ് വരാറ്. ഓക്കെ ഇൻഫോ ഓക്കെ, പാർക്കിൽ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷയില്ല. ഓക്കെ, അപ്പോ സാലറി റേഞ്ച് വല്ലതും അവർ പറഞ്ഞായിരുന്നോ? സാലറി പ്രൊബേഷൻ പീരീഡ് ആണ്, കുറവാണ് സാലറി. ഓക്കെ ഓക്കെ, സോ അപ്പൊ എങ്ങനെ വർക്ക് ഫ്രം ഹോം ആണോ വർക്ക് അറ്റ് ഓഫീസ് ആണോ? വർക്കറ്റ് ഓഫീസാണ്. വർക്ക് അറ്റ് ഓഫീസ് ആണ്. ഓക്കെ, സോ ഇന്ന് ജോയിൻ ചെയ്ത വർക്ക് ഓഫീസിലേക്ക് ഇന്നാണോ ജോയിൻ ചെയ്തത്? ഇന്ന് പോയി ജോയിൻ ചെയ്തു. നാളെ എനിക്ക് അങ്ങോട്ട് ഹോസ്റ്റലിൽ ഞാൻ നോക്കിയിട്ടുണ്ട്, റീലൊക്കേറ്റ് ചെയ്യണം അങ്ങോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, സോ അപ്പോ അവോധയിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ഇൻഫോ പാർക്കിൽ ബേസ്ഡ് കമ്പനിയാണ്. സോ ആ ടൈമിലൊക്കെ ഒരു ഫാമിലിയുടെ സൈഡിൽ നിന്ന് എങ്ങനെയായിരുന്നു അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ അവോധയിൽ പഠിക്കുന്ന ടൈമിൽ ഫാമിലിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഒരു കോഴ്സൊക്കെ ചെയ്യുന്നുണ്ടോ. ഓക്കെ ഞാൻ എൻ്റെ സേവിങ്സ് വെച്ചാണ് ഞാൻ ഈ കോഴ്സിന് പേയ്മെന്റ് ഒക്കെ ചെയ്തത്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഇടയ്ക്ക് ഇതെനിക്ക് ക്ലാസ് നോക്കുന്നുണ്ടപ്പോഴാണ് ചോദിച്ചത് എന്താണ് പരിപാടി എന്നൊക്കെ. അപ്പോഴേ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും നമുക്കൊരു പ്രതീക്ഷ വെറുതെ ഒരു കോഴ്സ് ചെയ്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു ഇതായിരുന്നു. ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയെന്നുള്ള ഒരു മൈൻഡായിരുന്നു. ഓക്കെ, സോ അപ്പോ ഈ മെഡിക്കൽ കോഡിങ് ചൂസ് ചെയ്യുന്ന ടൈമിൽ അവോധ ചൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ടൈമിൽ അന്വേഷിച്ചാണല്ലോ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അന്വേഷിച്ചിരുന്നോ മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി? വേറെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഞാൻ നോക്കിയിരുന്നു. നോക്കിയിരുന്നു. ഓക്കെ, അപ്പം ചൂസ് ചെയ്യാൻ എന്തായിരുന്നു ഫീസ് സ്ട്രക്ചർ തന്നെ ആയിരുന്നോ കാരണം? ഫീസ് സ്ട്രക്ചർ അവിടെയൊക്കെ 50,000 to 30,000 ആ ഒരു റേഞ്ച് വരുമോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോ പ്രവീൺ ഇത്ര ടൈം നോക്കിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിൽ താങ്ക്സ് ഉണ്ട്. ഓക്കെ, ഓക്കെ ഓക്കെ, ഓൾ ദി വെരി താങ്ക് യു. ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്. താങ്ക് യു.